വിച്ചുമോൻ ഇവിടെ വന്ന് എല്ലാവരെയും കണ്ടപ്പോ ഹാപ്പിയായെന്ന് തോന്നുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് യാത്ര പോയത് മുതൽ അവനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ആഹാ, ഇതൊക്കെ എന്നേ ആകാമായിരുന്നു. ഏട്ടൻ തന്നെയാ വൈകിച്ചത്. അമ്മയുടെ കാര്യം ഇത്രയേ ഉള്ളൂ മനസ്സിലായല്ലോ. നമ്മൾ സ്ട്രോങ് ആയി നിന്നാ അമ്മ താനെ ഒതുങ്ങിക്കോളും. അമ്മ ഇപ്പോഴും ഒതുങ്ങിയൊന്നൊന്നും പറയാറായിട്ടില്ല സത്യ. വന്നു കയറിയപ്പോ തന്നെയുള്ള ഉപ്പുപ്രയോഗം കണ്ടില്ലേ? ആ, അത്തരം അടുക്കള നുറുങ്ങുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അതാവുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന്റെ ആത്മസംതൃപ്തി അമ്മയ്ക്ക് കിട്ടുകയും ചെയ്യും, നമ്മുടെ തടിക്ക് പിടിക്കുകയില്ല. ആ, നിങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? എടാ സത്യ, നീ ഇന്ന് തന്നെ മുറി ഒഴിഞ്ഞ് ഇന്ദ്രന് കൊടുത്തേക്ക്. എന്നിട്ട് നീയും നിന്റെ ഭാര്യയും ഇന്ദ്രൻ ഇപ്പൊ ഉപയോഗിക്കുന്ന ആ ചെറിയ മുറിയിലേക്ക് മാറിക്കോ. അല്ല, ഇന്ദ്രന്റെ മുറി ആയിരുന്നില്ലേ സത്യ അത്? നീ കല്യാണം കഴിച്ചപ്പോ ഇന്ദ്രന്റെ ഭാര്യ ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ നിനക്ക് ഒഴിഞ്ഞു തന്നത്. ഇപ്പൊ അവന്റെ ഭാര്യയും കുഞ്ഞും വന്ന സ്ഥിതിക്ക് അവരുടെ മുറി അവർക്ക് ഒഴിഞ്ഞു കൊടുക്കുന്നതല്ലേ മര്യാദ? അതിന് ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ അമ്മേ. അത് ഇപ്പൊ തന്നെ ഒഴിഞ്ഞു കൊടുത്തേക്കാം. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോ ഉപയോഗിക്കുന്ന മുറി തന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. നീ തൽക്കാലം മാറാനൊന്നും പോകണ്ട. അതല്ല ഏട്ടാ, ഇപ്പൊ മോനും കൂടി ഉള്ളതല്ലേ. ആ മുറിയിലാണെങ്കിൽ തീരെ സൗകര്യം കുറവാ. ഏയ്, രണ്ട് മുറിയും തമ്മിൽ അങ്ങനെ പറയത്തക്ക വ്യത്യാസമൊന്നുമില്ല. തൽക്കാലം ഇങ്ങനെ തന്നെ പോട്ടെ സത്യ. കൂടുതൽ സൗകര്യം വേണമെന്ന് തോന്നിയാൽ നമുക്ക് ആ സമയത്ത് മോളിൽ ഒരു നെല്ല കൂടെ കെട്ടാം. അതുപോലെ. ആ, അത് നല്ല കാര്യമാ. ആ, 3 കുടുംബം ഇപ്പൊ ഈ വീട്ടിൽ കഴിയുന്നത്. അപ്പൊ ഒരു നില കൂടി കെട്ടുന്നത് നല്ലതാ. ഇല്ലെങ്കിൽ 3 പേര് എപ്പ തല്ലി പിരിഞ്ഞൊന്ന് നോക്കിയാ മതി. ആ, എന്തായാലും ഇപ്പോ ഇന്ദ്രൻ നടത്തിയത് ഒരു ലാഭക്കച്ചവടം തന്നെയാ. അല്ല, അവളെ വീണ്ടും താലികെട്ടാൻ തീരുമാനിച്ചപ്പോ തന്നെ അനന്തമാഷ് 15 ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ചില്ലേ? ഇനി 2ാം നില കൂടി കെട്ടാനുള്ള പണം അയാള് തന്നെ തരുമായിരിക്കും അല്ലേ? എന്നാലും സച്ചി സാറിന്റെ മകളെ കെട്ടിയിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന സ്വത്തിന്റെ 10-1 പോലും ആവില്ല. അതുകൊണ്ട് കല്യാശ്ശേരി തറവാടിന്റെ ഷെയർ കൂടി ചോദിച്ചു വാങ്ങണം ഇന്ദ്ര. അമ്മയ്ക്ക് സ്വത്തും പണവും അല്ലാതെ വേറൊന്നും ജീവിതത്തിൽ ആവശ്യമില്ലേ? അത് കൊള്ളാലോ. നീ പറയുന്നത് കേട്ടാ നിനക്ക് കിട്ടിയ സ്വത്തും പണമൊക്കെ ഞാനാണ് വാങ്ങി സൂക്ഷിക്കുന്നതെന്ന് തോന്നുമല്ലോ. എടാ, ഇതൊന്നും എനിക്ക് വേണ്ടി പറയുന്നതല്ല. എടാ, ഞാൻ ഇനി എത്ര കാലം ഉണ്ടാവും? എനിക്കിനി സ്വത്തിന്റെയും പണത്തിന്റെയും ഒന്നും ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാതെ ഞാൻ എന്റെ മക്കളെ ഇത്രയും വരെ എത്തിച്ചല്ലോ. അല്ല, അവരാണ് എന്റെ സ്വത്തെന്ന് ഞാൻ ഇതുവരെ അഹങ്കരിച്ചിരുന്നു. ഇപ്പൊ അതും അല്ലെന്ന് മനസ്സിലായി. മക്കള് വളരുന്നതും കിളികൾക്ക് ചെറുവ് മുളയ്ക്കുന്നതും ഒരുപോലെയാ. പറക്കാൻ പ്രാപ്തിയായ ആരും ആരെയും പിടിച്ചു വെക്കരുതെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിർത്തി ഇന്ദ്ര, ഞാനതൊക്കെ നിർത്തി. ഇനി നിങ്ങൾ തരുന്ന വല്ല കഞ്ഞിയും വെള്ളവും കുടിച്ച് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങി ജീവിച്ചോളാം.